ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാനുസ് കിച്ചൺ. അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം. അമ്മയുടെ വിശേഷങ്ങളും ഇന്നത്തെ കറികളും ഭക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. മോള് നിൽക്കുന്നുണ്ട്. ഹായ്, നടക്ക്, ഉള്ളിലേക്ക് പോവാം. ഇവിടെ ഒരു ഡ്രം വെച്ചിട്ടുണ്ട്, തുണികളൊക്കെ തോരിയിട്ടുണ്ട്. ഡ്രമ്മില് വെള്ളമൊന്നുമില്ല കേട്ടോ, വെറുതെ വെച്ചിരിക്കണം. ഇവിടെ ഒരു അലമാര, ഇതൊരു റൂമാണ്. TV, ഇവിടെ അടുക്കള. അടുക്കളയില് അമ്മ എന്തൊക്കെയാ ചെയ്യണ്ടേ. എന്താ ഉണ്ടാക്കണ? പാല് ചമച്ചിട്ടുണ്ട്. ചിക്കൻ കറിയോ. പിന്നെ ഇവിടെ ഇടിയപ്പം ഉണ്ട്. രാവിലത്തെ ടിഫനാണ്. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. അപ്പുറത്തെ വീടുകളുണ്ട്. ഇപ്പുറത്തൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന നല്ല സുഖമാണ്. എല്ലാവരും സംസാരിക്കാനൊക്കെ ആളുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെയാ ഫുഡ് കഴിക്കണം എന്നുള്ളത് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഇത് ഫുഡൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ നമ്മള് കഴിക്കണതൊക്കെ നോക്കാം കേട്ടോ. ഓരോന്ന് സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കണ്ട്. അപ്പൊ ഞങ്ങള് രാവിലത്തെ ടിഫൻ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അമ്മയുടെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ നൂൽപുട്ടുണ്ട്, പെപ്പർ ചിക്കനാണ്. പിന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കഴിക്കാൻ തുടങ്ങാണ്. ഞങ്ങള് ഹിന്ദിയൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ആരും വന്ന് വിചാരിക്കണ്ട. ഞങ്ങള് കഴിച്ചു തുടങ്ങാണ്. നിങ്ങൾക്കും ചേർത്ത് ഞാൻ കഴിക്കാം. അപ്പൊ ഉച്ചക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഉച്ചത്തെ ഫുഡും കൂടെ കാണാം. നമ്മുടെ സ്പെഷ്യൽ മീൻ കറി അതും കൂടെ കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് രാവിലത്തെ ടിഫനൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് ചുക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വേണ്ട, ഞാൻ ചുക്ക് ഇതിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുകയാണ്. ഇവിടെ ഇപ്പൊ മഞ്ഞുകാലൊക്കെ തുടങ്ങിയില്ലേ, അത് കാരണം ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഉച്ചക്കുള്ള ചോറാണ് വെക്കണത്. ഇനിയിപ്പോ നമുക്ക് ഉപ്പേരിക്ക് ബീൻസ് കട്ട് ചെയ്യുന്നുണ്ട്. വേണ്ട, ബീൻസ് ഒക്കെ വെച്ചിരിക്കണേ. അടിക്കല് തുറക്കലൊക്കെ കഴിഞ്ഞു. അടുക്കള കുറച്ച്. അപ്പൊ ഞാനിതാ ചുക്ക് കാപ്പി കുടിക്കുകയാണ്. മഞ്ഞുകാലം തുടങ്ങിയില്ലേ, ഇനി ഇത് കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ, പനി തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അത് എനിക്ക് ചെറിയൊരു തൊണ്ടവേദന പോലെ ഉണ്ട്. അമ്മയ്ക്ക് എല്ലാവർക്കും തൊണ്ടവേദന വരുന്ന പോലെ ഉണ്ട്. അപ്പൊ അതാണ് ഇത് കുടിക്കുന്നത്. നല്ല എരിവ്. ഇവിടെ ഇപ്പൊ എല്ലാവരും കൂടെ കളിക്കുകയാണ്. എന്റെ മോള് തൊട്ടപ്പുറത്തുള്ള കുട്ടികൾ. ഹായ് പറയും, ഹായ് പറയും. ഹായ്, നിന്റെ പേര്? ഓക്കെ. അവളെ അറിയാലോ അല്ലെ എല്ലാവർക്കും. ഇവിടെ ഇപ്പൊ ഉച്ചക്കുള്ള ബീൻസ് ഉപ്പേരിയാണ് വെക്കാണത്. മീനും വാങ്ങിച്ചിട്ടുണ്ട്. മീനൊക്കെ എന്താ ബോക്സിലാക്കി വെച്ചിരിക്കണം കഴുകിയിട്ട്. ഉണ്ടല്ലേ. അപ്പൊ ഞാനിതാ ഒന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞാന് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാണ്. അപ്പൊ ഞാനിതാ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയില്. ഓയിൽ ഒഴിച്ച് കൊടുക്കാണ്.
ഞാനിവിടെ ബീൻസ് പേര് ഉണ്ടാക്കുകയാണ്. എന്നെ കൊണ്ടാണ് ഉമ്മ ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ മീൻകറിക്ക് വേണ്ടി തക്കാളി ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. മീൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഉമ്മ എങ്ങനെ മീൻകറി ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഇപ്പൊ ഉമ്മാന്റെ സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോണത്. അയില മീൻകറിയാണ്. മീൻ മുളകട്ടതാണ്. അപ്പൊ ഒരു ചീനഞ്ചട്ടി വെച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. ഉലുവയോ? മീൻകറി ഉലുവ ഇട്ടു പൊട്ടിയതിനു ശേഷം ജീരകം അല്ലേ? ജീരകം പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചെറിയുള്ളി ഒന്ന് പൊട്ടിക്കുക. നല്ലോണം ഒന്ന് ചുവക്കനെ വാട്ടിയെടുക്കുക. ഇപ്പുറത്ത് മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇപ്പോ എന്താണ് നമ്മള് ഓയിൽ ഇട്ടിട്ട് ഉലുവ ഇട്ടു, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് ഒന്ന് വാട്ടുക. പച്ചമുളക് അല്ലേ? പച്ചമുളക് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 പച്ചമുളകും വാട്ടുക. കരിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അല്ലേ? വരട്ടുമ്പോ തക്കാളി അതിൽ വാട്ടുക. തക്കാളി എത്ര തക്കാളി എടുത്തു? 3 എണ്ണം. ഇപ്പൊ തക്കാളി നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ഇടേണ്ടത്? സാധാ മുളക് പൊടി. സാധാ മുളക് പൊടി 2 ഇതിനനുസരിച്ച് ഇടാം അല്ലേ? മല്ലിപ്പൊടി 1 സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കാശ്മീർ മുളക് പൊടി 1/2 ടീസ്പൂൺ. കാശ്മീർ മുളക് പൊടി അല്ലേ? കളറിന് വേണ്ടിട്ടല്ലേ ആഡ് ചെയ്യുന്നത്? കളറിന് വേണ്ടിട്ട് നന്നായി വാട്ടുക. നന്നായി വാട്ടിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നല്ലോണം വരട്ടണം. മുളക് പൊടിയും തക്കാളി എല്ലാം വരട്ടിയതിന് ശേഷം പുളിഞ്ഞ് തക്കാളി പൊടി തേച്ചുകൊണ്ട്. ഇതിപ്പോ വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ എടുക്കണം. എന്നിട്ട് ഇതില് ഒഴിക്കുക അല്ലെ? ആവശ്യത്തിന് ഒഴിക്കുക. പുളി നോക്കുക, പാകം നോക്കുക. ഊഹം പോലാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അല്ലെ? ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നല്ലപോലെ തിളച്ച് വരട്ടെ. അത് നമ്മുടെ മീൻകറി നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറണം. എന്നിട്ട് വേണം നമുക്ക് മീൻ ഇടണമെങ്കിൽ. ഇപ്പൊ ഇവിടെ എടുത്തിരിക്കണ അയില മീനാണ്. അയില മീന് നമുക്ക് ഈ മീൻകറിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഉലുവയും ജീരകവും പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കും. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇവിടെ ഇപ്പൊ ഞാന് അയില മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല ചൂട്, സൂപ്പർ. നിങ്ങൾക്കും ഇത് തരാം. നല്ല ചൂട്. ഹായൊക്കെ പത്താ. സൂപ്പർ ആയിരിക്കും. നല്ല ടേസ്റ്റ്.
ഓക്കെ, ഞാനിവിടെ മോൾക്ക് ആദ്യം ചോറ് കൊടുക്കുകയാണ്. അയില പൊരിച്ചതുണ്ട്, മീൻകറി, ബീൻസ് ഉപ്പേരി. ഇവിടെ ഉമ്മ വഴക്ക് പറഞ്ഞു വികൃതി കാണിച്ചപ്പോ, അതിനാണ് കരയണത്. ഭയങ്കര വികൃതിയാണ് ഇവിടെ വന്ന, ഒരു ഭാഗത്ത് ഒതുങ്ങൂല. കഴിച്ചോ, സൂപ്പർ ആയിട്ടില്ല മീൻകറി. നല്ല ചൂട്. ടി വി കണ്ടോട്ട് കഴിക്കുന്നത്. വീഡിയോ ഓഫ് കറണ്ട്. അപ്പൊ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കണം. ഉമ്മ നിസ്കരിക്കാണ്. ഉമ്മന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയായി, ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇത് അയില മീൻ മുളകിട്ട കറിയാണ്, അയില പൊരിച്ചത്, ചോറ്, ഇത് ബീൻസ് ഉപ്പേരി. ഇവിടെ എല്ലാം ഉമ്മ സ്റ്റീലിന്റെ പാത്രങ്ങളെ ഉപയോഗിക്കുള്ളൂ. ഉമ്മക്ക് അതാണ് ഇഷ്ടം, സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കണത്. ഞങ്ങക്ക് കഴിക്കാം. ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുനേരം കിടന്നു. ഇപ്പൊ സമയം 4 മണിയായി. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങി. ബിസ്ക്കറ്റൊക്കെ മുക്കി ചായ കുടിക്കുകയാണ്. നമ്മളുടെ പപ്പ വന്നിട്ടില്ല, വർക്കിന് പോയിരിക്കുകയാണ്. അത് ഇപ്പൊ വൈകുന്നേരം ആകും, രാത്രിയാവും എത്താന്. ഞങ്ങളെല്ലാരും ചായ കുടിക്കാണ്. ഇപ്പൊ ഞങ്ങള് പുറത്തിരിക്കുകയാണ്, ഉമ്മാന്റെ വീട്ടില് സംസാരിച്ചും കൊണ്ട്. തൊട്ട വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇത് ഉമ്മയും മോളും ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മളെ ഒരു താത്ത, എന്റെ ഉമ്മാനെ പോലെ തന്നെയാണ്, അവരുടെ വീടാണിത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അവളുടെ പപ്പ വന്നിട്ടില്ല. ഇനിയിപ്പോ രാത്രി ഇവിടെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി നാളെ പോവുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ കമന്റ്സ് അയക്കുക. ഇനി അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ പോലെ ബൈ ബൈ.